ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മട്ടർ പനീറാണ്. ഗ്രീൻ പീസും പനീറും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പനീർ, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കടായിൽ 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു. അതൊന്ന് ചൂടായി വന്നപ്പോൾ സവാളയാണ് ഇപ്പോൾ ചേർക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊന്ന് റഫ്ലി ചോപ്പ് ചെയ്തെടുത്തതാണ്. നമ്മളിത് വഴറ്റിയെടുത്ത ശേഷം അരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. 3 വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് വലുതായതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്തിട്ടത്. കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 3 തക്കാളിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. പിന്നെ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്കിത് തക്കാളി വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ചൂടാറിയ ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ അരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ ഇത് അരഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കടായിൽ 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത്. അതൊന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്തത്. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഈ ചൂടായ എണ്ണയിൽ മുളക് പൊടി ഇങ്ങനെ ചേർത്ത് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഗ്രേവിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി മുളക് പൊടി നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച സവാളയുടെയും തക്കാളിയുടെയും കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ മുളക് പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പിയിൽ ഞാൻ ക്രീം ചേർക്കുന്നില്ല. അതുപോലെ തന്നെ കാഷ്യൂനട്ടോ കടലമാവോ ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. എല്ലാ പനീറിൻ്റെ റെസിപ്പിയിലും ക്രീം അല്ലെങ്കിൽ കാഷ്യൂനട്ട് അരച്ച് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പനീറിൻ്റെ കറികളിലെല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ മട്ടർ പനീർ ഒന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടമാകും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ ചേർത്തത്. ഇത് 250 ml കപ്പാണ്. കൂടുതൽ വേവുള്ള ഗ്രീൻ പീസാണ് കയ്യിലുള്ളതെങ്കിൽ അതാദ്യം ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനു മുമ്പ് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയിൽ ക്രീമൊക്കെ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കാഷ്യൂനട്ടും ഒക്കെ ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം പനീറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പനീർ ചേർത്ത ശേഷം ഇത് ഗ്രേവിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. പനീറിന് അധികം വേവില്ല, 5 മിനിറ്റ് മാക്സിമം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ പീസും പനീറും എല്ലാം ഗ്രേവിയുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ചേർക്കണം. മല്ലിയിലയുടെ കൂടെ തന്നെ കസൂരി മേത്തിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസൂരി മേത്തി ചേർക്കാൻ മറക്കരുത്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക്. അങ്ങനെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മട്ടർ പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.